ഇലക്ട്രൽ ബോണ്ട് അലാഡിന്റെ അത്ഭുത വിളക്കാണ്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തും എന്ന് ഉച്ചായിസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഭരണത്തിലെത്തുന്നത്. അങ്ങനെ ഭരണത്തിലെത്തിയ ഗവൺമെന്റാണ് അഴിമതിക്കാരുടെ അനധികൃത സ്വത്ത് അടിച്ചുമാറ്റി സ്വന്തം അക്കൗണ്ടിലാക്കുകയും അത് വെള്ളപ്പണമാക്കുകയും ചെയ്യുന്ന തന്ത്രം നിയമപരമായി നടപ്പാക്കിയത്, നിയമപരമായി ഇലക്ട്രൽ ബോണ്ട് എന്ന രീതിയിൽ നടപ്പിലാക്കിയത്. എന്തിന് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നു? ഏറ്റവും ലളിതമായ ഉത്തരം, ഇലക്ട്രൽ ബോണ്ട് വഴി ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എടുത്ത ഒരു തീരുമാനമാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ സുപ്രീം കോടതി, അതായത് ആ ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപം നടത്തുന്നവരുടെ വിശദാംശങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പോലും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ സുപ്രീം കോടതി സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു ഇലക്ട്രൽ ബോണ്ടുകളെ. അതിനുശേഷം നമുക്കറിയാം എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്ന്. പ്രധാന പാർട്ടികളുടെ അക്കൗണ്ടുകളിലേക്ക്, പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ പണം വന്നത്. അതിന്റെ തെളിവുകൾ ഇപ്പോൾ ഓരോന്നായി നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന സാധ്യതയുണ്ട്. അതിനുള്ള ഒരു മാർഗമാണ്, ഏറ്റവും രഹസ്യമായ മാർഗമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലേക്കുള്ള നിക്ഷേപം. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ഇൻകം ടാക്സ് വെട്ടിക്കാനുള്ള സാധ്യതയുമാണ്. കാരണം ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നവർക്ക് ഒരു പക്ഷേ അത് അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് നമുക്കറിയാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് കോർപ്പറേറ്റ് ഇൻകം ടാക്സിൽ നിന്ന് വിമുക്തമാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊള്ളൂ, നിക്ഷേപിച്ചുകൊള്ളൂ. ആ പണം നിങ്ങൾക്ക് കോർപ്പറേറ്റ് ഇൻകം ടാക്സിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിന് സഹായകമാകും എന്ന തരത്തിലുള്ള ഒരു കരാറ്, ഒരു പിൻവാതിൽ കരാറ് തീർച്ചയായും ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ പിന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നികുതിയായി ഖജനാവിലേക്ക്, സെൻട്രൽ പൂളിലേക്ക് വരേണ്ട കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, നമുക്കറിയാം സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഈ പ്രധാനപ്പെട്ട 4 ടാക്സ് സോഴ്സസ് സെൻട്രൽ പൂളിന്റെ നെടുംതൂണാണ്. അപ്പൊ ഈ സെൻട്രൽ പൂളിലേക്ക് വരേണ്ട കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വലിയ തോതിൽ വെട്ടിക്കപ്പെട്ട് ഇലക്ട്രൽ ബോണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ആർക്കാണ് നഷ്ടം വരുന്നത്? അതിന്റെ വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ കുറയുന്നു. അതുപോലെ തന്നെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും കുറയുന്നു. ഇങ്ങനെ ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് വന്നു പതിക്കുന്ന ഫണ്ട് പല ഗുഹകളിലേക്കുമാണ് ഒഴുകിയെത്തുന്നത്. ആ ഗുഹാമുഖങ്ങളിൽ നിന്ന് അത് തിരിച്ചു വരുന്നത് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടു കഴിഞ്ഞു. അതായത് MLA-മാരെ വിലക്കെടുക്കാൻ, MP-മാരെ വിലക്കെടുക്കാൻ, ഗവൺമെന്റുകളെ മറിച്ചിടാൻ, പുതിയ ഗവൺമെന്റ്, അതായത് കേന്ദ്ര നേതൃത്വത്തിന് അനുകൂലമായി നിൽക്കുന്ന സർക്കാരുകളെ സൃഷ്ടിക്കാൻ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് വരുമാനം സമാഹരിച്ച ഗവൺമെന്റ്, ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ശ്രമിച്ചത്, ഉപയോഗിച്ചത് എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം ഇത് ഡെമോക്രസിക്ക് കൊടുത്ത ഏറ്റവും വലിയ മാരകമായ പ്രഹരമാണ്. ഡെമോക്രസിയെ ചവിട്ടി അരയ്ക്കുന്ന ഒരു ഉപകരണമായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് മാറുകയാണ് ഉണ്ടായത്. ഡെമോക്രസിയുടെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന ഒന്നായിട്ട് ഇത് മാറുകയാണ് ഉണ്ടായത്. ലോകത്തെവിടെയും
ഇലക്ട്രൽ ബോണ്ട് എന്ന സിസ്റ്റത്തിലൂടെ പണം സമാഹരിച്ച് രാഷ്ട്രീയ പാർട്ടികളെ പരസ്പരം വീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന തന്ത്രം പ്രയോജനപ്പെടുത്തി പല തന്ത്രങ്ങളും ഡെമോക്രസികൾ ഉപയോഗിക്കുന്നുണ്ട്. ഡെമോക്രസികളെല്ലാം വഴിതെറ്റി ഓടുകയാണ് എന്നുള്ളത് സത്യമാണ്. പല ഡെമോക്രസികളും ഏകാധിപത്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നാം മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ പോലും ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു 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 അതായത് ഡെമോക്രസിയുടെ വേരറുക്കുന്ന ഒരു തത്വശാസ്ത്രം, ഇലക്ട്രൽ ബോണ്ട് എന്ന ഒന്നിനെ സൃഷ്ടിച്ചെടുക്കുക. ആ സൃഷ്ടിച്ചെടുത്തതിനെ കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്യുക. അതായത് ഒരു ഡെമോക്രാറ്റിക് യുദ്ധം എങ്ങനെയാണ്? അമ്പും വില്ലും അല്ലെങ്കിൽ തോക്കും ഒന്നും ഉപയോഗിച്ചുള്ള യുദ്ധമല്ല, ഇവിടെ ബോംബും ഉപയോഗിച്ചുള്ള യുദ്ധമല്ല. മണി ബാറ്റിൽ, മണി ബാറ്റിൽ, കൂടുതൽ പണമുള്ളവനാണ് മണി ബാറ്റിലിൽ വിജയിച്ചു നിൽക്കുക. അങ്ങനെയുള്ള ഒരു മണി ബാറ്റിൽ നടക്കുന്നതിനാണ് ഈ ഇലക്ട്രൽ ബോണ്ട് രൂപകൽപ്പന ചെയ്തത്. അതിനെ നിയമമാക്കിയെടുത്തതും അങ്ങനെ തന്നെയാണ്. എല്ലാ പാർട്ടികളും, പാർലമെന്റിലുള്ള എല്ലാവരും തന്നെ അതിനെ എതിർക്കാതെ തന്നെ, വലിയ കാര്യമായ എതിർപ്പില്ലാതെ തന്നെ സഹകരിച്ചു കാണും. അല്ലെങ്കിൽ തന്നെ സിംഗിൾ മജോറിറ്റി ഉള്ള ഒരു പാർട്ടിക്ക് ഏത് തരത്തിലുള്ള നിയമവും കൊണ്ടുവരാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ CAA പോലെയുള്ള നിയമങ്ങൾക്കൊക്കെ എതിരെ ഇപ്പോൾ മുറവിളി കൂട്ടേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് വന്നത്. വൈകിയെങ്കിലും ഇലക്ട്രൽ ബോണ്ട് നീതിക്ക് ചേരുന്നതല്ല, ഇത് ജനാധിപത്യത്തിന്റെ ചിറകരിയുന്നതാണ്, കടയ്ക്കൽ കത്തിവെക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ ധ്വംസനം, ഈ ജനാധിപത്യ ധ്വംസനം കണ്ടെത്തി ധ്വംസകരുടെ ചിറകരിഞ്ഞിരിക്കുന്നു. അതായത് ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ നിരോധിച്ച് അതിന് ശേഷവും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷവും SBI കേന്ദ്രത്തോട് കൂറു പുലർത്തിക്കൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങൾ ഒന്നും തന്നെ പുറത്തു കൊണ്ടുവരാൻ ഓരോരോ കാരണങ്ങൾ, സുപ്രീം കോടതിയുടെ മുൻപിൽ ഓരോരോ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് തയ്യാറായില്ല. വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തയ്യാറായില്ല. അപ്പൊ അങ്ങനെ അവസാനം ഈ ഫെബ്രുവരി 15 സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ഓരോ ബോണ്ടിലെയും സവിശേഷ നമ്പറുകൾ പുറത്തു കൊണ്ടുവരണം. അതായത് സീരിയൽ നമ്പർ, ബോണ്ടുകൾ വാങ്ങിയവരുടെയും അതുവഴി പണം ലഭിച്ചവരുടെയും പേരുകൾ, തീയതി, എത്ര രൂപ തുടങ്ങിയ മുഴുവൻ വിവരങ്ങളും കൊണ്ടുവരണം. പൂർണ്ണ വിവരം എന്നത് SBIയുടെ താല്പര്യപ്രകാരം വളച്ചൊടിക്കുകയല്ല വേണ്ടത് എന്ന് ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് കാറ്റഗോറിക്കലായിട്ട് പറയുകയാണ് ഉണ്ടായത്. വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് SBIയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചപ്പോൾ SBIയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് പാർട്ടികളുടെ, അതായത് ഈ ബോണ്ടുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവരുടെ വ്യക്തികളുടെയോ പാർട്ടികളുടെയോ ആരുടെയും തന്നെ താല്പര്യം ഇത്തരം രഹസ്യം കാത്തു സൂക്ഷിക്കുന്നതിലാണ്, പുറത്തുവിടുന്നതിലല്ല എന്നാണ് SBI ഭംഗ്യന്തരേണ സുപ്രീം കോടതിയെ അറിയിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2019 2023 സുപ്രീം കോടതിയിൽ നൽകിയ രേഖകൾ പ്രകാരമാണ് നമ്മളിപ്പോ ഓരോ പാർട്ടിക്കും കിട്ടിയിരിക്കുന്ന, പ്രധാന പാർട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഫണ്ടിന്റെ വിവരം ഇവിടെ നൽകുന്നത്. അതായത് BJP 6986 കോടി, തൃണമൂൽ കോൺഗ്രസ് 1397 കോടി, കോൺഗ്രസ് 1334 കോടി, BRS 1322 കോടി, BJD 944.3 കോടി, DMK 656.5 കോടി, YRS കോൺഗ്രസ് 442.8 കോടി. ഏറ്റവും അധികം സംഭാവന നൽകിയ വ്യക്തി ഏത് അല്ലെങ്കിൽ ഏത് കമ്പനി എന്ന് ചോദിച്ചാൽ അത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ്. അവര് ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് DMKക്ക് മാത്രം കൊടുത്തത് 509 കോടിയാണ്. ബാക്കി ആർക്ക് കൊടുത്തു എന്നുള്ളത് ഇനി ഓരോ പാർട്ടികളും വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ അറിയാൻ ഒക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അഴുകി നാറുന്ന ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയം
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ എത്തിയിരിക്കുന്നത് ആരുടെ കരങ്ങളിലേക്കാണ്? 6986 കോടി. അതിനേക്കാളൊക്കെ വളരെ ചെറിയ ഭാഗമാണ് മറ്റുള്ളവരുടെ കയ്യിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 6986 കോടി കിട്ടിയ BJP ഗവൺമെന്റ് അവർ തന്നെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉപജ്ഞാതാക്കളും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പിന്നെ വലിയ കള്ളപ്പണ മാഫിയകളെ ആ കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റാനുള്ള ഒരു മാർഗമായി ആണ് കൊണ്ടുവന്നത്. രണ്ടാമത് കോർപ്പറേറ്റ് വലിയ കോർപ്പറേറ്റുകൾക്ക് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വെട്ടിക്കാനുള്ള ഒരു മാർഗം. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിട്ട് വരികയാണെങ്കിൽ അത് നേരെ ഖജനാവിലെ സെൻട്രൽ ഖജനാവിലാണ് എത്തുക. അത് നമ്മുടെ GDPയുടെ ഭാഗമാവുകയാണ്. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് ചെയ്യുക. മറിച്ച് അങ്ങനെ നികുതിയായി വരേണ്ട പണം ബോണ്ടായിട്ട് ഇലക്ട്രൽ ബോണ്ട് വഴിയായിട്ട് ഒരു പാർട്ടിയുടെ കയ്യിലെത്തുമ്പോൾ അതെങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തപ്പെടാം, അതായത് ദുരുപയോഗപ്പെടുത്തപ്പെടാം എന്നതിന്റെ തെളിവാണ് ഇന്ത്യയിൽ നാം പല സംസ്ഥാനങ്ങളിലും കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MLA-മാരെ വിലക്കെടുത്ത് സംസ്ഥാന ഗവൺമെന്റുകളിൽ തകിടമറി ഉണ്ടാക്കുന്നു, അസ്ഥിരതയുണ്ടാക്കുന്നു. MP-മാരെ വിലക്കെടുത്തും ഇതുപോലെ തന്നെ വലിയ തോതിലുള്ള മാറ്റിമറിച്ചിലുകൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം. അങ്ങനെയാണ് രണ്ടാമത് മോദി ഭരണത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം എത്രയോ കോടാനുകോടിയാണ് ഇപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി മീഡിയ വഴിയും മറ്റും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പണം കള്ളനോട്ടടിക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് ബോഡിയാണ്. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടാലും ആവശ്യത്തിലധികം പണം അടിച്ചു കൊടുക്കുകയില്ല എന്നതുകൊണ്ട് കള്ളനോട്ടടി ഗവൺമെന്റിനെ സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ച അസാധ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് കള്ളനോട്ട് അടിക്കുന്നതിന് പകരം ധാരാളം ഫണ്ട് ചെലവഴിക്കണമെങ്കിൽ, ഇലക്ഷന് വേണ്ടി സ്വന്തം മുഖം മിനുക്കാൻ വേണ്ടി ചെലവഴിക്കണമെങ്കിൽ, അതായത് വലിയ തന്ത്രമാണ് BJP ഗവൺമെന്റ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളിലും ഞങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയാണ്. അതായത് 2014 വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്ന ഭരണം ഇന്ത്യയെ, അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയെ ഒരു ബിഗ് സീറോയിൽ നിന്ന് വലിയ ഒരു GDPയുടെ ഉടമയാക്കി മാറ്റിയ ഭരണകൂടങ്ങളായിരുന്നു 47 മുതൽ 2014 വരെ ഭരിച്ചത്. ആ ഭരണകൂടങ്ങളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അതിൽ BJP-കാരുണ്ടായിരുന്നു. വാജ്പേയി ഗവൺമെന്റ് ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റേതെല്ലാം തരം ഗവൺമെന്റുകൾ, കോൺഗ്രസ് ഗവൺമെന്റ് മാത്രമല്ലായിരുന്നു. അപ്പൊ കോൺഗ്രസ് ഗവൺമെന്റുകളും മറ്റ് ഗവൺമെന്റുകളും എല്ലാം കൈകോർത്തു പിടിച്ച് ഒന്നിനു പിറകെ ഒന്ന് എന്ന രീതിയിൽ വികസനത്തിന്റെ പാതയിലേക്ക് ഇന്ത്യയെ നയിക്കുകയായിരുന്നു. 50.8 ദശലക്ഷം ഭക്ഷ്യോൽപാദനത്തിൽ നിന്ന് 300 ദശലക്ഷം ഭക്ഷ്യോൽപാദനത്തിലേക്ക് എത്തി 2014 ആയപ്പോഴേക്കും. അതിനുശേഷം ഇതാ ഇപ്പോൾ വീണ്ടും അത് 330.5 ദശലക്ഷം ടണ്ണിലേക്ക് വളർന്നിരിക്കുന്നു. ഇങ്ങനെ ഭക്ഷ്യോൽപാദനം, വ്യാവസായികോൽപാദനം ഇതെല്ലാം വർദ്ധിച്ചു. പക്ഷേ 2014 ശേഷം, അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 2014 ശേഷം, അതായത് ധവളപത്രം, കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ ധവളപത്രമൊക്കെ എന്ത് ബയസ്ഡ് ആയിട്ടുള്ള ധവളപത്രമാണ്. ഞങ്ങൾക്ക് പുറകിൽ വലിയ പ്രളയമായിരുന്നു, ഇരുളായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ആ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇന്ത്യ വന്നത് എന്ന തരത്തിൽ തരം താണ പ്രചരണ ആയുധങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ഇതിനൊക്കെയാണ്, ഈ കള്ളപ്രചാരണങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഇത്ര വലിയ തോതില് മാഫിയ പ്രവർത്തനം ഒരു സർക്കാർ തന്നെ നേരിട്ട് നടത്തുന്നത്. അതായത് ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു പ്രത്യേക എന്താ പറയുക പണസമാഹരണ യന്ത്രം സൃഷ്ടിക്കുന്നു. അതൊരു മണി മിന്റിങ് യന്ത്രം പോലെ തന്നെയുള്ള ഒരു യന്ത്രമാണ്. അങ്ങനെ സൃഷ്ടിച്ച് പണം സമാഹരിച്ച് അത് രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കാൻ, മറ്റ് ലോകത്തിന്റെ മുൻപിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭരണകൂടങ്ങളെയും ഇന്ത്യയും ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയത് തൊട്ടാണ് ഇന്ത്യ ഉദയം ചെയ്തത് എന്ന് കാണിക്കുന്ന ഇത്ര വൃത്തികെട്ട സ്വഭാവം, ഇത്ര വൃത്തികെട്ട പ്രചരണ തന്ത്രം ഓർമ്മിക്കണം. സ്വന്തം ജീവൻ ബലി കഴിച്ചിട്ടാണ്
മഹാത്മാഗാന്ധി, അതായത് അദ്ദേഹം പിന്നെ എന്താണ് നമ്മള് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷമാണ് കൊല്ലപ്പെട്ടത്. പക്ഷെ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഈ ഈ ഈ മതവെറിയന്മാരുടെ മതഭ്രാന്തന്മാരുടെ വെടിയേറ്റാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹാരഥനെ പോലും ബലി കൊടുത്ത, അദ്ദേഹത്തെ പോലും തമസ്കരിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുമായിട്ട് പോകുമ്പോൾ കേരളീയരായ നാം ഓർക്കണം, നമ്മുടെ പൈതൃകം നമ്മൾ അടിയറവ് വെക്കരുത്. നമ്മുടെ പൈതൃകത്തിൽ തൊട്ട് തന്നെ വേണം നാം മുൻപോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റിയുള്ള ധാരാളം കഥകൾ ഇനിയും നമുക്ക് പറയേണ്ടി വരും. കാരണം അതെങ്ങും എത്തിയിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടുകൾ എങ്ങനെയൊക്കെയാണ് മിസ്യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് തന്നെ വിഘാതമാകുന്ന തരത്തിൽ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിൽ തന്നെ വന്നിരിക്കുന്നു. അതായത് BJP MP ആയിട്ടുള്ള CM രമേശ്, അദ്ദേഹം പ്രദേശില് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന സണ്ണി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് തുടങ്ങിയ പല പ്രോജക്റ്റുകളുടെയും പേരിൽ 45 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് നിക്ഷേപിച്ചത് 45 കോടി രൂപ അടുത്ത കാലത്താണ്. അതായത് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നതിന് തൊട്ട് മുൻപുള്ള നാളുകളിലാണ് ഈ അടുത്ത കാലത്ത് ഈ പറയപ്പെട്ട CM രമേശിന് ഹിമാചൽ പ്രദേശിലും ഒറ്റുമായി കൊടുത്തിരിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്. അത്തരം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് കൊടുത്തത് കൊണ്ട്, അതായത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൽ ചുരുങ്ങിയ പദ്ധതി ചുരുങ്ങിയ ചെലവോടുകൂടിയല്ല, അദ്ദേഹം വൻ ലാഭം കൊയ്യത്തക്ക രീതിയിൽ വളരെ ഉയർന്ന ചെലവ് ചൂണ്ടിക്കാട്ടി അവിഹിതമായി നേടാൻ പറ്റിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ, അങ്ങനെയുള്ള പല പദ്ധതികൾ. ഏറ്റവും അവസാനത്തെ പദ്ധതിയാണ് സണ്ണി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. 1098 കോടിക്കാണ് സണ്ണി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിൽ വന്ന കഥയാണിത്. ആ കഥ പറയുന്നത് എന്താണ്? 45 കോടിയുടെ കോൺട്രിബ്യൂഷനാണ് ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഈ CM രമേശ് എന്ന MP നടത്തിയിരിക്കുന്നത്. കാരണം ഇത്ര പ്രോജക്ട്സ് ലാസ്റ്റായിട്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കിട്ടിയ പ്രോജക്റ്റാണ് 1098 കോടിയുടെ സണ്ണി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഹിമാചൽ പ്രദേശില്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നാം എന്താ കാണേണ്ടത്? ആരുടെയൊക്കെ പുറകെ ED പോകുന്നുവോ, ED പോകുന്നത് തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ, അതായത് കള്ളത്തരം കാണിക്കുന്ന, നികുതി വെട്ടിക്കുന്ന, എല്ലാത്തരം വെട്ടിയിലും നടത്തുന്ന കള്ളപ്പണ സ്രോതസ്സുകളായ കോർപ്പറേറ്റുകളുടെ ആൾക്കാരുടെ പുറകെയാണ് ED പോകേണ്ടത്. ED പോയി കഴിഞ്ഞാൽ കുറച്ച് അവരെ തള്ളി അവരെ ഒരു ജയിലറയിൽ ആക്കുന്നത് പോലെ ആക്കുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഒരു നല്ല വരുമാനം എത്തുന്നു. അത് തന്നെ നമുക്കറിയാം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ആളുടെ പേര് പറഞ്ഞല്ലോ, DMKക്ക് തന്നെ വലിയ സംഭാവന നൽകി. അപ്പൊ അതുപോലെയുള്ളവരെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിലേക്ക് നല്ലൊരു തുക വരുന്നു. അതോടെ അവരെ കെട്ടഴിച്ചു വിടുന്നു. മീൻസ് അവർക്ക് പ്രതിരോധം, ഭയമില്ലാത്ത രീതിയിൽ സ്വതന്ത്രമായിട്ട് അവർക്ക് അവരുടെ ബിസിനസ് വ്യാപനം നടത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. വീണ്ടും കുറച്ചു കഴിയുമ്പോൾ അവരെ ഒന്നുകൂടി ED ഫോളോ ചെയ്യുന്നു. അങ്ങനെ ED ഫോളോ ഇങ്ങനെ പല വട്ടമാണ് ഓരോ കോർപ്പറേറ്റ് ബോഡികളെയും ഭയപ്പെടുത്തി അവരെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് സംഭാവന ചെയ്യിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയെ ചുറ്റി വരിയാൻ തക്ക പരുവത്തിൽ അദാനി വളർന്നിരിക്കുകയാണ്. അദാനിയുടെ പേര് പുറത്തു വരുമോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. അദാനി ഇലക്ട്രൽ ബോണ്ട് വഴി അല്ലായിരിക്കാം, ഒരു പക്ഷെ നേരിട്ട് തന്നെ ആയിരിക്കാം ശതകോടികൾ, സഹസ്ര കോടികൾ സംഭാവന ചെയ്യുന്നത്.
അപ്പൊ അത് ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി പുറത്തു വരണമെന്നില്ല. അതുപോലെ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിച്ച് തെറ്റായ ദിശയിലേക്കാണ് ഇന്ത്യയുടെ വികസനം കൊണ്ടുപോകുന്നത്. നാം കണ്ടതാണ്. ഈ ഗവൺമെന്റ് ഏറ്റവും ഫോക്കസ് ചെയ്തത്, കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും ഫോക്കസ് ചെയ്തത് എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ലോക നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് അത്യാവശ്യമാണ് താനും. അപ്പൊ ആ രീതിയിൽ നാം ഈ കേന്ദ്ര ഗവൺമെന്റിനെ എന്താ പറയുക, ഒരു വലിയ ഒരു വികസന മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് എന്ന ഈ പണനിർമ്മാണ ഒരു സിസ്റ്റത്തെ പ്രോത്സാഹിപ്പിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഏത് തരം വികസനങ്ങളാണ് COP27 സമയത്ത് നരേന്ദ്രമോദി ഏറ്റവും മുമ്പിൽ നിന്ന് വാചാലനായത്? ഇന്ത്യയുടെ വികസനം ഇനി പരിസ്ഥിതി സൗഹൃദമായിരിക്കും എന്നാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് പ്രോജക്റ്റ് ഒക്കെ എങ്ങനെയുള്ളതാണ്, അതുപോലെ പവർ പ്രോജക്ട്സ് എങ്ങനെയുള്ളതാണ്, ഇതൊക്കെ തന്നെ പരിസ്ഥിതി പ്രയോജനമാണോ, അതോ ഈ കോർപ്പറേറ്റുകളുടെ പോക്കറ്റിൽ കൈയിടാൻ വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വഴി അവരുടെ പോക്കറ്റിൽ കൈയിടാൻ വേണ്ടി നടത്തുന്ന ഇത്തരം വഴിവിട്ട മാർഗങ്ങളിൽ ഇന്ത്യയെ കുരുതി കൊടുക്കുകയാണോ ചെയ്യുന്നത് എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഗവൺമെന്റ്, അതായത് പൈതൃകം വിസ്മരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ വഴി തെറ്റായ വഴിയാണ്. ഈ തെറ്റായ വഴിയിലൂടെ ഇന്ത്യക്കാരെ കൈപിടിച്ച് നടത്തുന്നത് നാശത്തിലേക്കാണ്, പരിസ്ഥിതി സൗഹൃദമായ വളർച്ചയിലേക്കാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഒന്നിച്ച് ശക്തമായി പ്രതിരോധിച്ചാൽ മാത്രമേ ആ പ്രതിരോധത്തിന് എന്തെങ്കിലും വിലയുണ്ടാകൂ. നിർത്തേണ്ടടുത്ത് നിർത്താൻ കഴിയണമെങ്കിൽ പ്രതിരോധം വളരെ ശക്തമാകണം. കാരണം പ്രതിരോധിക്കാൻ പോകുന്ന ശക്തി അത്തരത്തിൽ വളർന്ന് വലുതായിരിക്കുകയാണ്. അങ്ങനെ വളർന്ന് വലുതായിരിക്കുന്ന ശക്തിയെ പ്രതിരോധിക്കണമെങ്കിൽ നാം ഒറ്റക്കെട്ടായി നിന്ന് വളരെ ശക്തമായിട്ട് തന്നെ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ പൈതൃകത്തെയാണ്, നമ്മുടെ പരിസ്ഥിതി സൗഹൃദമായ ഭാവി വളർച്ചയെയാണ്. COP27 ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു വളർച്ച, അതായത് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വളർച്ചയെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ട് മുന്നേറുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് ഇതുവരെ വരുത്തി വെച്ച വിനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പുറകിലുള്ള ശക്തികളെ, അത് പ്രയോഗിച്ച് നാടിനെ നശിപ്പിക്കുന്ന അന്തഛിദ്രമുണ്ടാക്കുന്ന ശക്തികളെ കണ്ടെത്തുകയും അവർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്, ഇന്ത്യക്കാരെന്ന രീതിയിൽ, കേരളീയരെന്ന രീതിയിൽ.